സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മിനി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും വരണ്ട മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം രാധിക പറഞ്ഞേ, ഇതേ കണ്ടില്ലേ അമ്മ മാത്രം കൃത്യസമയത്ത് വന്നിരിക്കുന്നതും, ബാക്കി രണ്ടെണ്ണത്തിനെ വിളിച്ച് നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ. ഈ സമയം അവരോട് വന്നിരിക്കുന്നുണ്ട്. അന്നേരം രാധിക പറഞ്ഞേ, ഇതേ കണ്ടോ മുത്തശ്ശിയുടെ പാതി മയക്കത്തില ഇത്തരം വലിയൊരു കാര്യം കാണാൻ വന്നിരിക്കുന്നത്. ദേ അമ്മേ സമയമായി, ചാനൽ വായിക്കേ. അങ്ങനെ പറഞ്ഞ് രാധിക തന്നെ ഷ്യാമയുടെ ഷോ നടക്കുന്ന ചാനൽ വെക്കുന്നുണ്ട്. ഈ സമയം ഷ്യാമക്കൊപ്പം എന്നുള്ള ആ പരിപാടി തുടങ്ങുവാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അവതാരിക ഷ്യാമയെക്കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നെ പറയുവാണ്. അങ്ങനെ ഷ്യാമയെക്കുറിച്ച് ആ ആങ്കർ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് സന്തോഷം കൊണ്ട് അറിയാതെ കൈയടിച്ച് പോകുന്നുണ്ട് രാധിക. അതിനുശേഷം ഷ്യാമയെ ലൈവായിട്ട് സംസാരിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ സമയം ആങ്കർ ചോദിക്കണേ, എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായികയായ ശ്യാമ മാഡം ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിനോ അഭിമുഖത്തിനോ പങ്കെടുത്തിട്ടില്ല, മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പോലുമില്ല. പലരും ഗായികയായിട്ടുള്ള ശ്യാമ മാഡത്തിന് ശബ്ദം മാത്രമേ കേട്ട് പരിചയമുള്ളൂ. ഇത്രയും മനോഹരമായിട്ട് പാട്ട് പാടുന്ന ശ്യാമ മാഡത്തെ ആർക്കും നേരിൽ തന്നെ കാണാൻ പോലും പറ്റിയിട്ടില്ല. ഇതിനെക്കുറിച്ച് മാഡത്തിന് എന്താ പറയാനുള്ളത്? അന്നേരം ശ്യാമ പറയണേ, ശരിയാണ് താൻ പറഞ്ഞത്. മീഡിയാസിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കലായിരുന്നു എൻ്റെ സ്വഭാവം. ഞാൻ ഇൻ്റർവ്യൂസോ അഭിമുഖങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എല്ലാ പരിപാടികളിൽ നിന്നും ഒഴിഞ്ഞു മാറും. അതുകൊണ്ട് തന്നെ പലരും എന്നോട് പരാതി പറയാറുണ്ട്, മാഡത്തെ ഇതുവരെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും എന്നെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതെല്ലാം മാറ്റാൻ വേണ്ടിയാ എൻ്റെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് തുറന്നു പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ശ്യാമ തന്നോട് ജനനം മുതലുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എന്നെ പറയാൻ തുടങ്ങുവാണ് കേട്ടോ. എൻ്റെ അച്ഛൻ അമ്പലത്തിലൊരു പൂജാരിയായിരുന്നു. ഒരു നല്ല കനത്ത മഴയുള്ള ദിവസവും ഞാൻ ജനിച്ചത്. അങ്ങനെ പറഞ്ഞ ശ്യാമ ജനിച്ച സംഭവത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ പറയുവാണ്. ഇതെല്ലാം ആകാംക്ഷയോടെ കേട്ടിരിക്കുവാണ്ടോ രാധികയും പത്മിനിയും അവരെല്ലാവരും. അങ്ങനെ ശ്യാമാംബരം സീരിയലിലെ തുടക്കം തൊട്ടുള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളായിട്ടാണ് എല്ലാം കാണിച്ചു പോകുന്നത്. ശ്യാമയുടെ അമ്മ ദേവകി ശ്യാമയെ രാത്രി പ്രസവിക്കുന്ന സമയം അമ്പലത്തിൽ നിന്നും ഈ വാർത്ത അറിഞ്ഞ് ദേവകിയുടെ ഭർത്താവ് മൂത്ത മോനും കൂടി അവിടെ നിന്നും വീട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമായിരിക്കും. അന്നേരം അവിടുത്തെ പൂജാരി പ്രസവം എളുപ്പമാക്കാനും ദേവകിക്ക് കൊടുക്കാനുമായിട്ട് കൃഷ്ണഭഗവാനെ നേദിച്ച തീർത്ഥമുണ്ടല്ലോ, അത് ആ വാസവൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ ദേവകിയുടെ പ്രസവത്തിലാണെങ്കിൽ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതാണ്. ആ വയറ്റായിട്ട് തന്നെയുണ്ട് പ്രസവം എടുക്കാൻ നിൽക്കുന്നത്. ഇതെൻ്റെ കയ്യിൽ നിൽക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഈ സമയത്തായിരിക്കും വാസുദേവനും മോനും കൂടി അവിടെ എത്തുന്നത്. അങ്ങനെ വാസുദേവൻ പൂജാരി കൊടുത്ത ആ തീർത്ഥമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ദേവകിക്ക് കൊടുക്കുവാണ്. അങ്ങനെ അവസാനം ദേവകി കുഞ്ഞിനെ പ്രസവിക്കുവാണ്. ഈ സമയം ആ പ്രസവം കൊടുത്ത സ്ത്രീ പറയണേ, അതെ കുഞ്ഞിന് ജീവനില്ല. അതേക്കുന്നതും വാസുദേവൻ തകർന്നു പോകുവാണ് കേട്ടോ. തനിക്ക് ജനിച്ച ആ ചോര കുഞ്ഞിനെയും പൊക്കിയെടുത്തുകൊണ്ട് കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞപേക്ഷിക്കണേ, ഭഗവാനെ നീ ഞങ്ങളുടെ കുഞ്ഞിന് ജീവൻ താ. അങ്ങനെ പറഞ്ഞ ഭഗവാൻ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം ഭഗവാന്റെ കഴുത്തോട്ടിരുന്ന മാലയിൽ നിന്ന് ഒരു തുളസിക്കെതിരെ നേരെ പോയി കുഞ്ഞിൻ്റെ മുഖത്ത് വീഴുവാണ്. അന്നേരം കുഞ്ഞ് പെട്ടെന്ന് കരയുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമ മരണത്തെ അതിജീവിച്ച് ഭൂമിയിലേക്ക് വന്ന ആ കാര്യമൊക്കെ പറയുക. അതെല്ലാം കേട്ട് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവാണ്ടോ രാധിക. ഈ സമയം ശ്യാമ പറയണേ, കുഞ്ഞുനാൾ മുതൽ ഞാൻ നന്നായി പാടുമായിരുന്നു. കുഞ്ഞുനാൾ മുതലേ അവരെൻ്റെ സംഗീതം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കുറേ കഷ്ടപ്പെട്ടിരുന്നു. അതിനിടയിലാണ് എൻ്റെ അനുജന് ഒരു ഓപ്പറേഷൻ ആവശ്യമായി വന്നത്. അതിനുവേണ്ടി അവിടെയുള്ള അരുന്ധതി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങി. പകരം അവരെന്നോട് ചോദിച്ചത് എൻ്റെ ശബ്ദമായിരുന്നു. അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ട് പാടണം എന്നായിരുന്നു. എല്ലാവർക്കും മുമ്പിൽ പാട്ട് പാടുന്നത് വിസ്മയമായിരിക്കും. അവൾ ചുണ്ടടുക്കിക്കൊണ്ടേയിരിക്കും. പുറമേ നിന്നും മറ്റൊരു സ്റ്റേജിൽ പാട്ട് പാടുന്നത് ഞാനും. അങ്ങനെ വിസ്മയയ്ക്ക് വേണ്ടി ശ്യാമ പാട്ട് പാടിയിട്ടുള്ള കാര്യവും പിന്നീട് ശ്യാമയും മകളും തമ്മിലുള്ള വിവാഹത്തിലേക്ക് എത്തിയ കാര്യങ്ങളും അതെല്ലാം പറയുവാണ്. സ്വപ്നങ്ങളൊന്നും കണ്ട് ശീലമില്ലാത്തിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് രക്ഷകനെ പോലെ കടന്നു വന്ന ആളാണ് എൻ്റെ അഖിൽ സാറ്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആൾ. ഞങ്ങൾ തമ്മിലുള്ള ജീവിതം ഒത്തിരി സന്തോഷമുള്ളതായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലും കരുനീൽ വീഴ്ത്താനായിട്ട് പലരും ചുറ്റിനുണ്ടായിരുന്നു. അങ്ങനെ ഐശ്വര്യയുടെ കാര്യവും പിന്നീട് അരുന്ധതി, വിസ്മയം, അതുപോലെ അഖിലിൻ്റെ കുടുംബത്തോടും ദേഷ്യമുള്ള വേറെ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും ഉണ്ടല്ലോ, ആ കാര്യങ്ങളും അവരൊക്കെ ചെയ്ത ദ്രോഹങ്ങളും അതൊക്കെ ശ്യാമ തുറന്നു പറയുവാണ്. എന്നിട്ട് പറയണേ, അവസാനം പിന്നീട് ഒരിക്കൽ ഞങ്ങളുടെ കുടുംബം എൻ്റെ അഖിൽ സാറിൻ്റെയും ഒരു കുഞ്ഞിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നു. ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴും ശത്രുക്കൾ ഞങ്ങളെ വിടാതെ പിന്തുടർന്നിരുന്നു. അങ്ങനെ അഖിലിൻ്റെ അമ്മ ശ്യാമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഓട്സിൽ ഐശ്വര്യ വിഷം കലർത്തി ശ്യാമയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതും അതിൻ്റെ പേരിൽ അഖിൽ ശ്യാമയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതും പിന്നീട് പ്രസവ സമയമായപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തരം ഐശ്വര്യയുടെ ഗുണ്ടകൾ ആക്രമിച്ചതും ആ കാര്യങ്ങളെല്ലാം പറയുവാണ്ടോ ശ്യാമ. അങ്ങനെ ആക്രമണത്തിൻ്റെ ഇടയിൽ ദിശ അറിയാതെ സ്ഥലം അറിയാതെ ഞങ്ങളൊരു കാട്ടിലകപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഞാൻ എൻ്റെ മോളെ പ്രസവിച്ച ഉടനെ തന്നെ അവളുടെ കഴുത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന
കണ്ണൻ്റെ ഒരു മാലയം അണിയിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഐശ്വര്യയുടെ ആളുകൾ വീണ്ടും ഞങ്ങളെ ഇല്ലാതാക്കാനായിട്ട് അവിടെ എത്തിയത്. അവർ എൻ്റെ അഖിൽ സാറിനെ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഇല്ലാതാക്കി. എൻ്റെ അഖിൽ സാറ് അന്നത്തെ ആ രാത്രിയിൽ അവിടെ മുഴുവൻ ചോരയിൽ കുളിച്ച് എൻ്റെ കൺമുമ്പിൽ വെച്ച് മരണപ്പെട്ടു. എൻ്റെ ദൈവം, എൻ്റെ രക്ഷകൻ, എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളും. അങ്ങനെ പറഞ്ഞ് ശ്യാമ വല്ലാതെ ഇമോഷണൽ ആകുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമയുടെ ആ വാക്കുകളൊക്കെ കേട്ട് രാധിക വല്ലാണ്ട് അങ്ങ് സങ്കടപ്പെട്ട് കരഞ്ഞു പോകുവാണ്. എല്ലാവരും ഒത്തിരി സങ്കടത്തോടെ അതെല്ലാം കേട്ടോണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം ശ്യാമ വല്ലാതെ ഇമോഷണൽ ആകുന്നതുകൊണ്ട് ആങ്കർ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് പറയുവാണ്. ഈ സമയം രാധിക ടെൻഷനിൽ വരുണിനോട് ചോദിക്കണേ, അപ്പോൾ ശ്യാമ മേഡം കുഞ്ഞിനെ പ്രസവിച്ചില്ലേ? ആ കുഞ്ഞിന് എന്ത് പറ്റിക്കാണും വരുൺ? അന്നേരം വരുൺ പറയണേ, ഇതെനിക്കെങ്ങനെ അറിയാനാ? കഥ പറയേണ്ടത് ശ്യാമ മേഡം തന്നെയല്ലേ? മേഡം പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. അങ്ങനെ രാധികയാണെങ്കിൽ ക്ഷമ കെട്ട് കാത്തിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് ആ പരിപാടി വീണ്ടും തുടങ്ങുവാണ്. ഈ സമയം ആങ്കർ ചോദിക്കണേ, അല്ല അതിരിക്കട്ടെ, ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണ്. ശ്യാമ മേഡം പ്രസവിച്ച ശ്യാമ മേഡത്തിൻ്റെ മകളെക്കുറിച്ച്. ആ കുട്ടി എവിടെയാ? കുഞ്ഞിന് എന്താണ് പറ്റിയത്? അന്നേരം ശ്യാമ പറയണേ, ഈ ലോകത്ത് മറ്റൊന്നുമില്ല, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടെന്നുള്ള തോന്നലിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കൂട്ടായിട്ട് എൻ്റെ മോളുണ്ടെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായത്. അങ്ങനെ പിന്നീട് എൻ്റെ ചോര കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടോ ആയിരുന്നു ഞാൻ. പിന്നാലെ തന്നെ എൻ്റെ കുഞ്ഞിനെ തട്ടിപ്പറിക്കാൻ അവരും ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്ന ശ്യാമേനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് കേട്ടോ. അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ശ്യാമ തൻ്റെ മോളെ നഷ്ടപ്പെട്ട കാര്യമെല്ലാം പറഞ്ഞ് ആ ഇൻ്റർവ്യൂ എല്ലാം ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കുവാണ്. അങ്ങനെ അതെല്ലാം തിരിച്ചറിയുന്ന രാധികയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുക. ശ്യാമയുടെ ആ നഷ്ടപ്പെട്ടു പോയ മകൾ താനാണെന്നുള്ള സംശയം രാധികയുടെ ഉള്ളിൽ വല്ലാതെ ബലപ്പെടുവാണ് കേട്ടോ. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ മുതൽ രാധികയാണെങ്കിൽ വല്ലാതെ ഡിസ്റ്റർബായിട്ട് തൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം എന്നുള്ള രീതിയിൽ വല്ലാത്തൊരു വെപ്രാളത്തിലും ആശങ്കയിലും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രാധികയുടെ മാറ്റവും രാധികയുടെ ഈ ടെൻഷനും ചിന്തയൊക്കെ വരണം മുത്തശ്ശിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ശ്യാമ മേഡത്തിൻ്റെ കഥ രാധികയുടെ മനസ്സിനെ വല്ലാതെ മുറിച്ചിട്ടുണ്ട്. തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ താൻ കേട്ടതെന്ന് രാധിക അധികം വൈകാതെ തന്നെ തിരിച്ചറിയും. മുത്തശ്ശി നോക്കിക്കോ, ആ അമ്മയും മകളും ഒന്നിക്കാൻ പോകുവാണ്. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്ടോ വരുൺ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്